ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ സെക്ഷൻ 4.4 കോർഡിനേറ്റ് ആൻഡ് ബേസിസ് സെക്ഷനിൽ ലാസ്റ്റ് വീഡിയോയിൽ സ്റ്റോപ്പ് ചെയ്തത് ബേസിസ് ഡെഫിനിഷനും അതിൻ്റെ പ്രോബ്ലംസാണ്. ഒരു 3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തിപ്പോൾ അല്ലേ. നമുക്ക് ബേസിസിൻ്റെ പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സെക്ഷനിലെ രണ്ടാമത്തെ പാർട്ട്, സെക്ഷൻ കോർഡിനേറ്റ് ആൻഡ് ബേസിസ് എന്നല്ലേ, ബേസിസ് അല്ലേ ഡിസ്കസ് ചെയ്തത്. ഏത് പാർട്ട് പറയണം? കോർഡിനേറ്റ്സ് ഉള്ള സെക്ഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ബേസിസിൻ്റെയും കോർഡിനേറ്റ്സിൻ്റെയും കൂടെ പ്രോബ്ലംസ് ഒന്ന് ചെയ്യാം. അങ്ങനെയായിരിക്കും എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എപ്പോഴാണ് വെൻ വി സേ ദാറ്റ് എ സബ്സെറ്റ് എസ് ഓഫ് എ വെക്റ്റർ സ്പേസ് ഈസ് എ ബേസിസ്, 2 conditions to be satisfied. S should be linearly independent. Second, S spans B. ശരിയല്ലേ? എസ് സ്പാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? Every vector in that vector space can be expressed as a linear combination of elements of S. ആ വെക്റ്റർ സ്പേസിൽ ഏത് വെക്റ്റർ എടുത്തു കഴിഞ്ഞാലും ഈ എസ്സിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അതല്ലേ സ്പാനിങ് കൊണ്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു വെക്റ്റർ എടുക്കുക, ആ വെക്റ്ററിനെ ബേസിസിലെ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമല്ലോ? പറ്റും. എത്ര രീതിയിൽ എഴുതാൻ കഴിയുന്നത്? എത്ര രീതിയാണ് നമ്മൾ ആ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നില്ലേ? ആ കോർഡിനേറ്റ്സ് എത്ര രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും? തിയറം. അതാണ് തിയറം. നോക്കൂ, കോർഡിനേറ്റ്സ് ഓഫ് എ വെക്റ്റർ റിലേറ്റീവ് ടു എ ബേസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു തിയറം നോക്കുക. തിയറം യുണീക്ക്നെസ് ഓഫ് എ ബേസിസ് റെപ്രസെൻറ്റേഷൻ. ആ റെപ്രസെൻറ്റേഷൻ യുണീക്കാണ്. ഒരു വെക്റ്ററിനെ നിങ്ങൾ ബേസിസ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ആ ഒരു റെപ്രസെൻറ്റേഷൻ യുണീക്ക് ആണെന്നുള്ളതാണ് ഈ തിയറം പറഞ്ഞത്. യുണീക്ക്നെസ് ഓഫ് ബേസിസ് റെപ്രസെൻറ്റേഷൻ. എന്താ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് നോക്കാം. If S is equal to V1, V2, V3, etc., Vn is a basis for a vector space V. Vector space V യുടെ ഒരു ബേസിസ് ആണിത്. Then every vector V in V can be expressed in the form V is equal to C1, V1 plus C2, V2 plus etc. plus Cn. ഇതിലൊന്നും വലിയ അത്ഭുതമില്ല. എസ് ബേസിസ് ആണ് വിയുടെ. അപ്പോൾ വിയിൽ ഏത് വെക്റ്റർ എടുത്തു കഴിഞ്ഞാലും ഈ ബേസിസ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റണം. സ്പാൻ ചെയ്യുമല്ലോ, നമ്മൾ കണ്ടതുവാ. ഇനി എന്താ തിയറം പറഞ്ഞത്? ഇൻ എക്സാക്ട്ലി വൺ വേ, അല്ലേ, ഒറ്റ രീതിയിലേ പറ്റുള്ളൂ എന്നുള്ളതാണ് തിയറം. അതാണ് യുണീക്ക്നെസ് തിയറം. ക്ലിയർ? അപ്പോൾ ഈ തിയറത്തിൽ ആക്ച്വലി 2 കണ്ടന്റ് ഉണ്ട്. എവരി വെക്റ്റർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഇൻ ദിസ് ഫോം എന്നുള്ളതും, പിന്നെ എന്തുകൂടെ ഉണ്ട്, യുണീക്ക് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ. ശരിയല്ലേ? പക്ഷേ ഒരു സെക്ഷൻ വളരെ ക്ലിയറാണ്. ബേസിസ് ആണെങ്കിൽ അത് വി എ സ്പാൻ ചെയ്യണ്ടേ. സ്പാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? Every vector in V can be expressed as a linear combination of basis elements. ഓക്കെ അല്ലേ? അപ്പോൾ അതും പ്രൂഫില്ല. പ്രൂഫ് വേണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതിയാൽ മതി. എന്താ എഴുതേണ്ടത്? സിൻസ് S is a basis for V, S spans V. Or every vector in V can be expressed as a linear combination of elements in S in the form, ഈ ഫോം, ദിസ് ഫോം. അപ്പോൾ എന്ത് മാത്രമേ കാണിക്കേണ്ടതുള്ളൂ? യുണീക്ക് ആണെന്ന് മാത്രമേ കാണിക്കേണ്ടതുള്ളൂ. ഈ റെപ്രസെൻറ്റേഷൻ യുണീക്കാണ്. ഒരു വെക്ടറിനെ 2 രീതിയിൽ എഴുതാൻ കഴിയില്ല, ഒറ്റ രീതിയിൽ എഴുതാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് യുണീക്ക്നെസ്. എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാം? അതിന് മാത്സിൽ എന്താ ടെക്നിക്ക്? 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അസ്യൂം ചെയ്യാം. ആ 2 റെപ്രസെൻറ്റേഷനും ഒന്നാണെന്ന് കാണിച്ചാൽ പോരെ, മതി. ഇപ്പം നോക്കൂ, അപ്പോൾ നിങ്ങളിവിടെ കമൻറ്റ് എഴുതണേ. നേരത്തെ ഞാൻ പറഞ്ഞ കമൻറ്റ് എന്താണ്? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സിൻസ് എസ് ഇസ് എ ബേസിസ്, എസ് സ്പാൻസ് ബി, സോ എവരി വെക്ടർ വി ഇൻ ബി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ expressed in the form, in this form. അല്ലേ? ഇനി അടുത്ത സെക്ഷനിൽ എന്താ കാണിക്കേണ്ടത്? ഫോർ യുണീക്ക്നെസ്. അത് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ഫോർ യുണീക്ക്നെസ് let V is equal to C1 V1 plus C2 V2 plus etc. plus Cn Vn. ഒരു റെപ്രസെൻറ്റേഷൻ. ആൻഡ് V is equal to, മറ്റൊരു നോക്കൂ, ഇതേ വെക്ടറിന് മറ്റൊരു രീതിയിലൂടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമെന്ന് ഞാൻ അസ്യൂം ചെയ്യാം. എന്നിട്ട് കാണിച്ചാൽ മതി? 2 ഒന്നാണെന്ന് കാണിച്ചാൽ മതി. ഇഫ് പോസിബിൾ ലെറ്റ് V is equal to K1 V1 plus K2 V2 plus etc. plus Kn Vn എന്നെടുത്തു. ക്ലിയർ? 2 റെപ്രസെൻറ്റേഷൻ എടുത്തു. ഇനി എനിക്ക് എന്താ കാണിക്കേണ്ടത്? C1 K1 ആണെന്നും C2 K2 ആണെന്ന് കാണിച്ചാൽ മതി. ഈ 2 ഇക്വേഷനാണ് സബ്ട്രാക്ട് ചെയ്ത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ V മൈനസ് V 0 ആയിട്ട് മാറില്ലേ?
സോ 0 ഈക്വൽ ടു, ഞാനൊരു സുഖത്തിനാണ് എങ്ങനെ എഴുതുന്നത്, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടും, C1 മൈനസ് K1 ഇൻറ്റു V1. സോ C1 മൈനസ് K1 ഇൻറ്റു V1 പ്ലസ് C2 മൈനസ് K2 ഇൻറ്റു V2 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് Cn മൈനസ് Kn ഇൻറ്റു Vn ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇതിപ്പോൾ ഈ വെക്ടേഴ്സിൻ്റെ മറ്റൊരു ലീനിയർ കോമ്പിനേഷൻ അല്ലേ, ഇത് ഏത് ഫോമിലാണ് നോക്കിയാൽ, ഇത് നമ്മൾ C1 ആയി കാണാം, C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് Cn Vn ഇസ് ഈക്വൽ ടു 0 ഫോമുല, ശരിയല്ലേ? പക്ഷേ നമുക്കറിയാലോ ബേസിസ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണ്ടേ, രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് ബേസിസ് ആവാൻ പറഞ്ഞിട്ടുണ്ട്, ബേസിസ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് Cn Vn ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ C1 0 ആവണം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ്, C2 0 എക്സെട്ര Cn 0 ആവണം. ഇതിപ്പോൾ ആ ഫോമിലാണുള്ളത്. നോക്കൂ, C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് Cn Vn ഇസ് ഈക്വൽ ടു 0 സോ C1 ഷുഡ് ബി 0, ദാറ്റ് ഈസ് C1 മൈനസ് K1 ഇസ് ഈക്വൽ ടു 0, C2 മൈനസ് K2 ഇസ് ഈക്വൽ ടു 0 എക്സെട്ര ലാസ്റ്റ് Cn മൈനസ് Kn ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓർ C1 ഇസ് ഈക്വൽ ടു K1, C2 ഇസ് ഈക്വൽ ടു K2 എക്സെട്ര Cn ഇസ് ഈക്വൽ ടു Kn. എങ്ങനെയാണ് ഈ എഴുതാൻ കാരണം എന്താ, സിൻസ് S ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് Cn Vn ഈക്വൽ ടു 0 ഇംപ്ലൈസ് C1 0 C2 0 എക്സെട്ര Cn 0 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ എന്ന് കിട്ടി. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ എന്താണ്, യുണീക്കാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഡെഫിനേഷൻ കടന്നു വരും കേട്ടോ. അപ്പോൾ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഇട്ട് എഴുതാം. അത് ഒറ്റ രീതിയിലേ പറ്റുള്ളൂ, ഈ കോഎഫിഷ്യൻസ് ഒറ്റ രീതിയിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ കോഎഫിഷ്യൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ C1 C2 C3 എക്സെട്ര C എന്നുള്ള കോഎഫിഷ്യൻസ് യുണീക്കാണ്, ഒറ്റ രീതിയിലേ പറ്റുള്ളൂ. ഇതിനെ വിളിക്കുന്ന പേര് കോർഡിനേറ്റ്സ് ഓഫ് ദ വെക്ടർ V എന്നാണ്. കോർഡിനേറ്റ്സ് ഓഫ് ദ വെക്ടർ V റിലേറ്റീവ് ടു ദിസ് ബേസിസ്. ബേസിസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, R3ക്ക് ഒന്നിലധികം ബേസിസ് ഉണ്ട്. R3യുടെ ഒരു ബേസിസാണ് 1 0 0 0 1 0 0 0 1, അത് ബേസിസാണ്. വേറെയും ബേസിസ് നമ്മൾ കണ്ടു അല്ലേ, രണ്ട് പ്രോബ്ലംസ് നമ്മൾ പോയി ചെയ്തില്ലേ, വേറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വേറെയും ബേസിസ് ഉണ്ടാവും. അപ്പോൾ ബേസിസ് മാറുന്നതനുസരിച്ച് എന്ത് മാറും, കോർഡിനേറ്റ് മാറും. പക്ഷേ ഒരു ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് കോർഡിനേറ്റ്സ് ഒന്നേ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ നമ്മൾ വീനെ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ദിസ് C1 C2 C3 എക്സെട്ര Cn ആർ നോൺ ആസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെക്ടർ V റിലേറ്റീവ് ടു ദിസ് ബേസിസ്. ഓക്കെ, കോർഡിനേറ്റ്സ് ഓഫ് ദ വെക്ടർ റിലേറ്റീവ് ടു ദിസ് ബേസിസ്. ഓക്കെ, ചിലപ്പോൾ ഇതൊരു എൻടപ്പിളായിട്ട് എഴുതാം. അങ്ങനെ C1 C2 എക്സെട്ര Cn എഴുതാം, ഒരു എൻടപ്പിളായിട്ട് എഴുതാം. ഇതിപ്പോൾ ഒരു വെക്ടറായിട്ട് മാറിയില്ലേ, Rnലെ വെക്ടറായിട്ട് മാറിയില്ലേ, എൻടപ്പിൾ Rn വെക്ടർ, അത് നമ്മൾ പറയാം കോർഡിനേറ്റ് വെക്ടർ എന്നാണ് പറയാം. ആരുടെ കോർഡിനേറ്റ് വെക്ടർ, V എന്നുള്ള വെക്ടറിൻ്റെ കോർഡിനേറ്റ് വെക്ടറാണ്. എങ്ങനെ കാണിക്കാം, റിലേറ്റീവ് ടു ദ ബേസിസ് V, ഇങ്ങനെ എഴുതാം, കോർഡിനേറ്റ് വെക്ടർ ഓഫ് V റിലേറ്റീവ് ടു V. ഈ ബേസിസ് മാറുമ്പം ഇത് മാറും. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് വെക്ടർ ആയിട്ടോ. അപ്പോൾ കോർഡിനേറ്റ് വെക്ടറിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇതിങ്ങനെ നിങ്ങൾ എഴുതേണ്ടത്, ദിസ് റെപ്രസെൻറ്റേഷൻ ഈസ് യുണീക്ക് and the C1 C2 etc Cn are known as the coordinates, and this vector is the coordinate vector of B relative to the basis B. Question, show that. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാവുക, മിക്കവാറും നമുക്കൊരു എസ്എ ക്വസ്റ്റിനെ ചോദിക്കുന്നതാണ്. ഇങ്ങനെ സെറ്റ് തരും, ബേസിസ് ആണെന്ന് കാണിക്കാൻ വരും, അതിൻ്റെ കോർഡിനേറ്റ്സ് കാണാനും പറയും. ബേസിസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ കണ്ടതല്ലേ, സ്പാനിങ് ആണെന്ന് കാണിക്കണം. ഏതേത് സെറ്റ്, R2ൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ നമ്മൾ R2ൽ സ്പാനിങ് കാണിക്കണ്ടേ, ബേസിസ് ആണെന്ന് കാണിക്കാൻ. അപ്പോൾ R2ൻ്റെ ഏത് എലമെൻറ്റിനെയും ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമെന്ന് കാണിക്കണം. R2ൽ എലമെൻ്റ് എടുത്ത് A, B is equal to C1 into 2 minus 4 plus C2 into 3 8 എന്നെടുക്കുക. ഇനി നമ്മുടെ പഴയ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ഏതാ മെട്രിക്സ്, 2 minus 4 3 8 AB. ഓക്കെ അല്ലേ? ഇത് നമ്മൾ റോ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ 1 3/2 A 1 ആക്കിയത് അവിടെ. ഇനി എന്ത് ചെയ്യണം, മറ്റേ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്, ബാക്കി നിങ്ങൾ ചെയ്തോളാം.
ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടേക്ക് ആഡ് ചെയ്യാം. സോ 4 4 and minus 4 0. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 6 ആവും. 6 and 8 14. ഓക്കെ അല്ലേ? ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4a. സോ b plus 4a. ഓക്കെ അല്ലേ? 1 3/2a. അല്ലല്ലോ, ഇവിടെ a/2 ഉണ്ടാവില്ല, സോറി, ഇവിടെ a/2 ഉണ്ടാവും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3/2 a/2. 2 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ ആഡ് ചെയ്യാം 4 ഉണ്ട്. അപ്പോൾ 4 4 and minus 4 0. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 6 and 8 14. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്ടാവുക? 2a എന്നുണ്ടാവുക. b plus 2a. ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് 1 ആക്കാം. 1 ആക്കിയാൽ റാങ്കിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മെട്രിക്സ്? റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മെട്രിക്സ് ഈസ് 2. ആൻഡ് വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ്? 2 ആണ്. ശരിയല്ലേ? രണ്ട് ഈക്വൽ ആണ്. സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നമുക്കൊന്ന് കാണാം. സൊല്യൂഷൻ എങ്ങനെയാണ് കാണാം? സോ C1 plus 3/2 C2 is equal to a/2. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുക 14 C2 is equal to b plus 2a എന്നാണ്. ഓർ C2 is equal to b plus 2a divided by 14 എന്ന് കിട്ടും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. സോ C1 is equal to a/2 minus 3/2 C2 എന്നല്ല കിട്ടുക. ആരാ C2? b plus 2a divided by 14 ആണ്. അങ്ങനെ മതി. സിംപ്ലിഫിക്കേഷൻ ഒന്നും പോകണ്ട, അത്ര മതി. ഇനി ഇത് ലീനിയർ, ഇപ്പോൾ നമ്മൾ സ്പാനിങ് എന്നല്ലേ കിട്ടുള്ളൂ. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ? എങ്ങനെ കാണിക്കുക? C1 V1 plus C2 V2 is equal to 0. സോ C1 V1 plus C2 V2 is equal to 0. ഇത് 0 ആയിട്ട് മാറും. ഇവിടെ 0, ഈ ടേം വേണ്ട. ഇവിടെ ഇത് ഉണ്ടാവില്ല. ഇതേ വർക്ക് നമ്മൾ ചെയ്യും. ഇങ്ങനെയല്ലേ കിട്ടുക മെട്രിക്സ്? എത്ര റാങ്ക്? 2. സെപ്പറേറ്റ് ചെയ്യണേ, കഴിഞ്ഞ വീഡിയോ നോക്കണം. റാങ്ക് 2 ആ. n എത്രയാ? C1 C2. n is equal to r. n is equal to 0 ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, ട്രിവിയൽ സൊല്യൂഷൻ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതുകൂടെ കാണിക്കാം. അപ്പോൾ അതോടെ എന്തായിരുന്നു പറയും നമുക്ക്? ബേസിസ് എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. ബേസിസ് ആണ് കാണിച്ചു കഴിഞ്ഞു. ഇനി എന്ത് വേണം? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെക്റ്റർ 1 1 റിലേറ്റീവ് ടു ദ ബേസിസ്. ഈ 1 1ന്റെ കോർഡിനേറ്റ്സ് കൂടെ കാണണം. ക്ലിയർ? അപ്പോൾ നമ്മൾ ചെയ്തു നോക്കിയേ. ഏത് AB എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ രീതിയിൽ കോമ്പിനേഷൻ എഴുതാം. എയും ബിയും ആണെങ്കിൽ C1ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. C1 ഇതാണ്. C2ന്റെ വാല്യൂ ഇതുമാണ്. നമുക്കിവിടെ എയും ബിയും അല്ലല്ലോ. ആരാ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? 1 1 അപ്പോൾ നിങ്ങൾ എക്ക് 1 എന്നും ബിക്ക് 1 എന്നും കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ C1 എന്താ കിട്ടുക? സോ ഫോർ W is equal to 1 1, A is equal to 1, B is equal to 1. So what is C1? C1 is equal to 1/2 minus 3/2 into ഇവിടെ 1 1 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 3/14. 3/14 അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടും? സിംപ്ലിഫൈ ചെയ്താൽ 1/2 into 1 minus 9/14. 1 minus 9/14. That is 14 minus 9, 5. So 5/28 കിട്ടും C1ന്റെ വാല്യൂ. ശരിയല്ലേ? ആൻഡ് വാട്ട് ഈസ് C2? C2 is equal to എയും 1 ബിയും 1. സോ 3/14 കിട്ടി. C1 is equal to 5/28 ആണ്. C2 is equal to 3/4. സോ കോർഡിനേറ്റ് ഓഫ്, ഇങ്ങനെ എഴുതാം നമുക്ക്. കോർഡിനേറ്റ് വെക്ടർ ഓഫ് W ഇവിടെ എഴുതാം. കോർഡിനേറ്റ് വെക്ടർ ഓഫ് W റിലേറ്റഡ് ടു ദ ബേസിസ് S. റിലേറ്റഡ് ടു ദ ബേസിസ് S ഇങ്ങനെ എഴുതാം. കോർഡിനേറ്റ് വെക്ടർ ഓഫ് W റിലേറ്റഡ് ടു ദ ബേസിസ് S is equal to ഏതൊക്കെയാണ് വെക്ടർ? C1 3/14, എത്രയാണ്? 5/28 ആണ്. നമുക്ക് ഈ സെക്ഷനിൽ ഇനി ബാക്കിയുള്ളത് 2 ക്ലോസ് കൂടെ ചെയ്യാം. ഇതുപോലെ ബേസിസ് എന്ന് കാണിക്കാനും കോർഡിനേറ്റ് കാണാനും 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓരോ സെക്ഷൻ കഴിയും. ഓക്കെ, അടുത്ത വീഡിയോയിൽ.